വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ സെക്ഷൻ ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ റിമൈനിങ് 6 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തെങ്കിൽ നമ്മുടെ സെക്ഷൻ ബി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് അടുത്ത 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ 16th വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 16th വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്? എന്താണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് നോക്കാം. സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള മീനിങ് എഴുതാം. ഓഡിറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺ ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ബൈ എ ടാക്സബിൾ പേഴ്സൺ. അതായത് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേണുകളോ അല്ലെ അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടുകളോ എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളതാണ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഓഡിറ്റ് എന്താന്നുള്ള മീനിങ് എഴുതുക. ഓഡിറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ബൈ എ ടാക്സബിൾ പേഴ്സൺ. അതായത് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ, റിട്ടേൺസ്, റെക്കോർഡ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. നമ്മൾ ആദ്യം എഴുതേണ്ടത് സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനുള്ള ഓർഡർ പാസ്സാക്കുന്നത് GST അസിസ്റ്റന്റ് കമ്മീഷണർ ആണ്. അതായത് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഓർഡർ പാസ്സാക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ്. എപ്പോഴാണ് ഈ സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ടാക്സബിൾ പേഴ്സൺ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടേൺ ഓവർ ഇൻകറക്റ്റ് ആണ് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് സ്പെഷ്യൽ ഓഡിറ്റിന് ഓർഡർ നൽകാവുന്നതാണ്. അപ്പൊ പ്രധാനമായും ഈ 2 കേസിലാണ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ സ്പെഷ്യൽ ഓഡിറ്റിനുള്ള ഓർഡർ പാസ്സാക്കുന്നത്. ഒരു ടാക്സബിൾ പേഴ്സൺ ടേൺ ഓവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് തെറ്റുണ്ടെന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് സ്പെഷ്യൽ ഓഡിറ്റിനുള്ള ഓർഡർ പാസ്സാക്കാവുന്നതാണ്. കമ്മീഷണർ നോമിനേറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കും സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. പ്രധാനമായിട്ടും ഈ 3 പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഓഡിറ്റ് എന്ന് എഴുതുക, സ്പെഷ്യൽ ഓഡിറ്റ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നുള്ള എഴുതുക, ആരാണ് സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുക. ഈ 3 പോയിന്റ് ആണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീറോ റേറ്റഡ് സപ്ലൈ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈ. എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. സീറോ റേറ്റഡ് സപ്ലൈ മീൻസ് എക്സ്പോർട്ട് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്സ്. അപ്പൊ ആദ്യം സീറോ റേറ്റഡ് സപ്ലൈ ആണ് നമ്മൾ നോക്കുന്നത്. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയാം. അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലേക്കാണ് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയാം. സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്സുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 മാർക്കിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് മീനിങ് മാത്രം എഴുതിയാൽ മതി. ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്യുകയോ സർവീസുകൾ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ സീറോ റേറ്റഡ് സപ്ലൈ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ ചെയ്താലും അതിന് സീറോ റേറ്റഡ് സപ്ലൈ എന്നാണ് പറയുക. ഇനി എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാകും. എക്സംപ്റ്റഡ് സപ്ലൈ ഇസ് എ വൺ വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ് ഓഫ് ടാക്സ് ഓർ വിച്ച് മേ ബി ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അതായത് GST ആപ്ലിക്കബിൾ അല്ലാത്ത അല്ലെങ്കിൽ GST ബാധകമല്ലാത്ത ഗുഡ്സുകളോ സർവീസുകളോ പ്രൊവൈഡ് ചെയ്താൽ അതിനാണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് പ്രൊവിഷണൽ അസസ്മെന്റ്? എന്താണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. എന്താണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് നോക്കാം.
നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൊവിഷണൽ അസസ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം അസസ്മെന്റ് എന്താന്നുള്ള മീനിങ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എന്താണ് അസസ്മെന്റ് എന്ന് നോക്കാം. അസസ്മെന്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. അതായത് ഒരു ടാക്സബിൾ പേഴ്സൺ എത്ര രൂപയാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ട് ജി എസ് ടിയിൽ. സെൽഫ് അസസ്മെന്റ് ഉണ്ട്, പ്രൊവിഷണൽ അസസ്മെന്റ് ഉണ്ട്, സമ്മറി അസസ്മെന്റ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്നുള്ളതാണ്. സോ എന്താണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് നോക്കാം. Provisional assessment is a method of determining tax liability when actual tax liability cannot be determined at the time of supply. അതായത് ഒരു ടാക്സബിൾ പേഴ്സണ് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി, അതായത് യഥാർത്ഥത്തിൽ എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ആണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇച്ചിരി സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സണ് അയാൾ സപ്ലൈ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഒരു ടാക്സബിൾ പേഴ്സൺ പ്രൊവിഷണൽ അസസ്മെന്റിലേക്ക് പോകുന്നത്. അതായത് സപ്ലൈ ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത ഗുഡ്സിന്റെ ടാക്സ് റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടാക്സബിൾ പേഴ്സണ് ജി എസ് ടി അതോറിറ്റിക്ക് ഒരു റിട്ടേൺ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് ഒരു എമൗണ്ട് പേ ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കാം. അതിനാണ് പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയുക. പ്രൊവിഷണൽ എന്ന വേർഡിന്റെ മീനിങ് തൽക്കാലത്തേക്ക്. അത് ആക്ച്വൽ എമൗണ്ട് ആയിരിക്കില്ല നമ്മൾ അടയ്ക്കുന്നത്. ആക്ച്വൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് വരെ തൽക്കാലത്തേക്ക് ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ റിക്വസ്റ്റിനാണ് നമ്മൾ ഈ പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയുക. അതായത് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രൊവിഷണൽ അസസ്മെന്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ ചാനൽ ഇതിനു മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഷോർട്ട് ആക്കി നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ് അസസ്മെന്റ് എന്ന് എഴുതുക, ദെൻ പ്രൊവിഷണൽ അസസ്മെന്റിന്റെ മീനിങ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഡീംഡ് രജിസ്ട്രേഷൻ? എന്താണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചോദ്യം നമുക്ക് എല്ലാ വർഷവും ജി എസ് ടിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. എല്ലാ വർഷവും ജി എസ് ടിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന, ഒന്നെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ സെക്ഷൻ ബിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് നോക്കാം. Deemed registration is an automated process initiated by the GST system when a triggering event occurs. എന്താണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മീനിങ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഡീംഡ് രജിസ്ട്രേഷൻ is an automated process initiated by the GST system when a triggering event occurs. ഇതിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ചാനലിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ജി എസ് ടിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ജി എസ് ടിയുടെ സൈറ്റിൽ നമുക്ക് ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 01 എന്ന് പറഞ്ഞ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണാം. അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിന് പാർട്ട് എ ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ബി, 2 പാർട്ടാണ് രജിസ്ട്രേഷൻ ഫോമിനുള്ളത്. അതിൽ പാർട്ട് എയിലെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടും, TRN നമ്പർ കിട്ടും. ആ ടെമ്പററി റെഫറൻസ് നമ്പർ യൂസ് ചെയ്ത് വേണം നമ്മൾ പാർട്ട് ബി ഫില്ല് ചെയ്യാൻ. ഈ പാർട്ട് എയും പാർട്ട് ബിയും ഒരു ടാക്സബിൾ പേഴ്സൺ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ, ഫുള്ളും കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ ടാക്സബിൾ പേഴ്സന്റെ മെയിൽ ഐ ഡിയിലും ഫോൺ നമ്പറിലും മൊബൈൽ നമ്പറിലും രജിസ്റ്റർ ആയി എന്ന് നമുക്കൊരു ഇന്റിമേഷൻ വരുന്നതാണ്. ഈ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിലും ഒരു ഇന്റിമേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പാർട്ട് എയും പാർട്ട് ബിയും ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 01ന്റെ പാർട്ട് എയും പാർട്ട് ബിയും ഫയൽ ചെയ്ത് കഴിഞ്ഞ് 3 വർക്കിംഗ് ഡേയ്സിനകത്തും നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അപ്രൂവ്ഡ്. ഡീംഡ് ടു ബി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആയി അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ അപ്രൂവ് ആയി എന്നുള്ളതാണ് മീനിങ്. അതിനാണ് നമ്മൾ ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത്
GST രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോം GST രജിസ്ട്രേഷൻ 01ന്റെ പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്യണം. രണ്ട് പാർട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങൾ GST രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞ് നമ്മുടെ മെയിൽ ഐഡിയിലും മൊബൈൽ നമ്പറിലും വരുന്നതാണ്. പക്ഷേ ഈ 3 വർക്കിംഗ് ഡേയ്സ് ആയിട്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അപ്രൂവ്ഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ്. നമ്മുടെ രജിസ്ട്രേഷൻ അപ്രൂവ് ആയി എന്നുള്ളതാണ് മീനിങ്. അതിനാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് കോമ്പസിഷൻ ലെവി? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമ്പസിഷൻ ലെവി എന്നും ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പസിഷൻ സ്കീം എന്നും ചോദിക്കാം. രണ്ടും കറക്റ്റ് ആണ്. കോമ്പസിഷൻ ലെവി എന്നും പറയാം, അല്ലെങ്കിൽ കോമ്പസിഷൻ സ്കീം എന്നും പറയാം. രണ്ടു പേരിലും അറിയപ്പെടാറുണ്ട്. എന്താണ് കോമ്പസിഷൻ സ്കീം അഥവാ കോമ്പസിഷൻ ലെവി എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ഗവൺമെന്റ് കോമ്പസിഷൻ സ്കീം എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രധാനമായും സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയാണ്. കോമ്പസിഷൻ സ്കീമിനെ ഒരു ലിബറലൈസ്ഡ് സ്കീം എന്ന് തന്നെ പറയാം. അതായത് സ്മോൾ സ്കെയിലിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിലിൽ ബിസിനസ് നടത്തുന്ന സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പോലെയുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളെ GSTയുടെ ലീഗൽ ഫോർമാലിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ GSTയുടെ ലീഗൽ കംപ്ലയൻസിൽ നിന്ന് സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോമ്പസിഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു നോർമൽ ടാക്സ് പെയറിനെ സംബന്ധിച്ച് നമുക്കറിയാം, കറക്റ്റ് ആയിട്ട് മന്ത്ലി റിട്ടേണുകൾ എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് കറക്റ്റ് ടൈമിൽ GSTR1, GSTR2, GSTR3 തുടങ്ങിയ മന്ത്ലി റിട്ടേണുകൾ എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇൻട്രാ സ്റ്റേറ്റോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയോ നടത്തുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ടാക്സ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. തുടങ്ങിയ GSTയുടെ ലീഗൽ ഫോർമാലിറ്റീസ് ഒരു നോർമൽ ടാക്സ് പെയറിനെ സംബന്ധിച്ച് കൂടുതലാണ്. എന്നാൽ കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരു ടാക്സ് പെയർക്ക് ഇങ്ങനെയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് അഥവാ ലീഗൽ കംപ്ലയൻസസിന്റെ ബേർഡൻ ഒഴിവാക്കാവുന്നതാണ്. കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, കോമ്പസിഷൻ സ്കീം സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തേത്, കോമ്പസിഷൻ സ്കീം ഇസ് നോട്ട് കമ്പൽസറി. അതായത് കോമ്പസിഷൻ സ്കീം കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണമെങ്കിൽ കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ അണ്ടർ GST? ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ TOS എന്ന് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ടൈം ഓഫ് സപ്ലൈ എന്ന് നോക്കാം. ആദ്യം എന്താണ് ടൈം ഓഫ് സപ്ലൈ എന്ന് നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻസ് വെൻ ദ ലയബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എപ്പോഴാണ് ടാക്സിന്റെ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ടൈം ഓഫ് സപ്ലൈ. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് സപ്ലൈയെ പോയിന്റ് ഓഫ് ടാക്സേഷൻ എന്നും പറയാറുണ്ട്. സെക്ഷൻ ബിയിലെ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലും ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുമായിട്ടാണ് നമ്മൾ സെക്ഷൻ ബി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.